ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തെടുത്തത്, ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തത്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കും. നിങ്ങളുടെ കയ്യിൽ ചെറിയ സവോളയാണെങ്കിൽ 2 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഈ സമയത്ത് നമ്മൾ ഒരുപാട് കൂട്ടി വെച്ച് കൊടുക്കരുത്, അപ്പം സവോള പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ സവോള അത്യാവശ്യം വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി. നമ്മൾ ഇതുപോലെ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ പച്ചച്ചൊവ മാറുന്നവരെ നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്ത ചിക്കൻ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 150 ഗ്രാം ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ബ്രെഡാണ്. ഇനി ഈ ബ്രെഡിൻ്റെ സൈഡ് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ ഇപ്പോൾ ഇതാ ബ്രെഡിൻ്റെ സൈഡ് ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ച ഫില്ലിങ് അങ്ങ് ഇതുപോലെ അങ്ങ് സ്പ്രെഡാക്കി കൊടുക്കണം, ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് മറ്റൊരു പീസ് ബ്രെഡ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഇനി നമുക്കൊരു ബൗളിലേക്ക് 250 കപ്പിന് 1/2 കപ്പ് മൈദപ്പൊടി, കൂടെ 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കലക്കിയെടുത്താൽ മതി. ഇത് ഒരുപാട് കട്ടിയായി പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസായി പോകാനും പാടില്ല. ആ ഒരു പാകത്തിനാണ് നമുക്ക് കലക്കിയെടുക്കേണ്ടത്. ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതുപോലെ ഒന്ന് കലക്കിയെടുത്തിട്ടുള്ളത്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ബ്രെഡിൻ്റെ സൈഡ് ഭാഗമെല്ലാം നമുക്ക് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ച ബ്രെഡിൻ്റെ ഓരോ പീസും നമുക്ക് ഈ ബാറ്ററിലൊന്ന് മുക്കിയെടുക്കാം.
ഇതുപോലെ ബാറ്ററിൽ മുക്കിയെടുത്തതിന് ശേഷം നമുക്കിനി ഇത് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതുപോലെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കും ബ്രെഡ് ക്രംസ്. അങ്ങനെ ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്കിതുപോലെ മൈദാമാവിലേക്ക് മുക്കി കൊടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ബാക്കിയുള്ളതും മൈദാമാവിലേക്ക് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നല്ല പോലെ ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോന്നും ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കും. ഫ്ലെയിം നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് വെച്ച് കൊടുക്കണ്ട. ഇത് ബ്രെഡ് ആയതുകൊണ്ട് എണ്ണ കുടിക്കും. അതുകൊണ്ട് ഇതുപോലെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അങ്ങനെ ഇതിപ്പം രണ്ട് സൈഡും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറെല്ലാം ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. ബാക്കിയുള്ളതും നമുക്കിതുപോലെ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കും. അങ്ങനെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.